ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ അഖിൽ വളരെ കൃത്യമായി തന്നെ കൊണ്ടുവന്നൊരു പോയിന്റുണ്ട്. ഈ സമരത്തിനിടയാക്കിയ സംഭവങ്ങളെക്കുറിച്ച് അഖിൽ സംസാരിക്കുക വളരെ ബോധപൂർവം തന്നെയാണ്. സമരം ഉണ്ടാക്കുന്നത് ആരാണ്, അതിലാരാണ് നുഴഞ്ഞു കയറുന്നത്, അതിന് കൃത്യമായി ശിവപ്രസാദ് മറുപടി പറയുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നം എന്താണ്? ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം. ഇന്ന് നമുക്കറിയാം, പാർലമെൻറ്റിൻ്റെ സമ്മേളനം തുടങ്ങുന്നു. ഈ സമരത്തിലേക്ക് കൂടുതൽ യുവാക്കൾ എത്തിച്ചേരുന്നു. മാത്രമല്ല, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മോദി സർക്കാരിന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ശിവപ്രസാദ് ചൂണ്ടിക്കാട്ടി, ഈ സോഷ്യൽ മീഡിയയിലൂടെയും ജൻസിയിലൂടെയും അധികാരത്തിലേറിയ ഒരു സർക്കാർ രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും. മാത്രമല്ല, ഒരു മിഡിൽ ക്ലാസിൻ്റെ വലിയൊരു പിന്തുണ സ്വാഭാവികമായും മോദി സർക്കാരിന് BJP ഉണ്ടായിരുന്നു. ആ കാൽച്ചുവട്ടിലെ മണ്ണ് അത് കൃത്യമായി ചോർന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ദേശീയ പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ, ആ രക്ഷിതാക്കൾ, അവരുടെ പശ്ചാത്തലമൊക്കെ നമുക്ക് അറിയാവുന്നതും തന്നെയാണ്. അത്തരത്തിലൊരു ചോർച്ച കൃത്യമായി ബോധ്യപ്പെടുന്നു. ഈ സമരം ഒരു തരത്തിലും പിടിച്ചെടുക്കാൻ, അതായത് ഈ സമരത്തെ അടിച്ചൊതുക്കാൻ കഴിയില്ല, ഈ സമരം കൈവിട്ടു പോകുന്നു എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അടിച്ചൊതുക്കുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ല എന്ന നിലപാടിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത്. താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു ഈ അഖിലിൻ്റെ വാദം, ആ തീവ്രവാദം നുഴഞ്ഞുകയറ്റവും ഒപ്പം തന്നെ ആ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നതിനെക്കുറിച്ചും? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഫാസിസ്റ്റ് ഭരണകൂടം എങ്ങനെയാണ് യാതൊരുവിധ നാണവുമില്ലാതെ, ഒരു നാണക്കേടുമില്ലാതെ, പിന്നെ സാധാരണ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഉളുപ്പില്ലാതെ നുണ പറഞ്ഞ് കള്ളപ്രചരണം നടത്തുന്നതിനുള്ള ഉത്തമ ദൃഷ്ടാന്തമാണ് BJPയുടെ പ്രതിനിധിയോട് അവതരിപ്പിച്ചത്. 2 പോയിന്റുകളിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം നിന്നത്. ഒന്ന്, അക്രമാസക്തമായ സമരം, അക്രമം കാണിച്ച സമരങ്ങളെ എങ്ങനെയാണ് പോലീസ് നേരിടേണ്ടത്, രാജ്യത്തിന് മുമ്പുണ്ടായിട്ടില്ലേ എന്ന് ചോദിക്കേണ്ടായി. രണ്ടാമത് ചോദിച്ച ചോദ്യം, സമരത്തിന് പിന്നിൽ ആര്? നമ്മളെല്ലാവരും ഇന്ന് രാവിലെ മുതൽ വിഷ്വൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വിഷ്വൽസിൽ എവിടെയെങ്കിലും BJPയുടെ പ്രതിനിധിക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഈ പറഞ്ഞ യുവാക്കൾ, വിദ്യാർത്ഥികൾ അക്രമം കാണിക്കുന്ന ഒരു വിഷ്വൽ എടുത്ത് കാണിക്കാൻ പറ്റുമോ എവിടെയെങ്കിലും? അതിന് പകരം ആ വിദ്യാർത്ഥികൾ, പല വിദ്യാർത്ഥികളും നിന്നടികൊള്ളുകയാണ്. ഒരു കൈ കൊണ്ട് തടയാൻ പോലും ശ്രമിക്കുന്നില്ല. കൈ അഴിച്ചിട്ടിട്ട് തലങ്ങും വിലങ്ങും അടിക്കുമ്പോൾ ആ അടിയേറ്റു വാങ്ങുന്ന വിദ്യാർത്ഥികളെയാണ് അവിടെ കണ്ടത്. അപ്പോൾ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ തനി സ്വഭാവം ഈ മോഡി സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ നുണപ്രചരണം. ഇതിൻ്റെ പിന്നിൽ തീവ്രവാദികളാണ്, ഇതിൻ്റെ പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികളാണ്, ഇതെല്ലാം കൊണ്ടുവരിക, മറിച്ച് എന്നിട്ട് ഇവിടെ ആക്രമിച്ചു. നമ്മളിത് ആലോചിക്കണം. നേരത്തെ ഇവിടെ ഇന്ന് ഡൽഹി പോലീസ് മാത്രമല്ല, ഈ അർദ്ധ സൈനിക വിഭാഗവും സൈനിക വിഭാഗങ്ങളും BSF അടക്കം സമരത്തെ നേരിടാൻ ഒരു വിദ്യാർത്ഥി സമരത്തെയാണ്. കേവലം 25 വയസ്സിൽ താഴെയുള്ള ആളുകളാണ് അവിടെ അധികമുള്ളത്. അവരെ നേരിടാൻ സൈന്യത്തെയാണ് നിർത്തുന്നു. ഗൺ പോയിന്റിൽ, വാഹനത്തിന് പേരിൽ തോക്ക് വെച്ചുകൊണ്ട് ഗൺ പോയിന്റിൽ സൈനികർ നിൽക്കുന്ന വിഷ്വൽസ് നമ്മൾ കണ്ടില്ലേ? അപ്പോൾ വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഇത് അങ്ങനെ തീരുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അതാണ് അതിൻ്റെ ഇത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന കാര്യം, ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കാര്യം, നീറ്റ് പരീക്ഷ നീറ്റ് പരീക്ഷ നടത്തി ഇല്ലേ? ആ നീറ്റ് പരീക്ഷയെക്കുറിച്ച്, അതിൻ്റെ മാർക്കിടലിനെക്കുറിച്ച്, അത് മാർക്ക് കണക്കാക്കിയതിനെ കുറിച്ച് എത്രയോ ആക്ഷേപങ്ങളും പരാതികളും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ 15 വർഷം നേരത്തെ പറഞ്ഞ പോലെ, സിജു പറഞ്ഞ പോലെ 56 ഇഞ്ച് നെഞ്ചളവുള്ള ഒരാൾക്ക് ഒരു പരീക്ഷ മര്യാദയ്ക്ക് നടത്താൻ കഴിയാത്തൊരു ഗവൺമെൻറ് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അത്രയും നാണം കെട്ടൊരു ഗവൺമെൻറ്റല്ലേ നിൽക്കുന്നത്. എന്നിട്ട് പറയണം ആ വിദ്യാർത്ഥികൾക്ക് പിന്നിൽ തീവ്രവാദികൾ. മറ്റൊരു കാര്യം സിജു ആലോചിച്ച് നോക്കിയേ, ഈ കഴിഞ്ഞ 15 വർഷം 10-12 വർഷത്തെ കാര്യങ്ങൾ എടുത്തു നോക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെടുന്നു. ഒന്നാമത്തെ ആവശ്യം അതാണ്. തീർച്ചയായിട്ടും ധർമ്മേന്ദ്ര പ്രധാൻ എന്തെങ്കിലും നാണമുണ്ടെങ്കിൽ രാജിവെച്ച് പോകേണ്ടതല്ലേ? 17 സിജു പറഞ്ഞ 14 വരെ 17 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. 17 വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നാളത്തെ ഭാവി ഡോക്ടർമാരും അതുപോലെ ഉന്നത പൊസിഷനുകളിൽ ഇരിക്കേണ്ട ആളുകളാണ്. അവരുടെ കുടുംബത്തിന് അഭിമാനമായി മാറേണ്ടവരാണ്. അത്തരത്തിലുള്ള ആളുകളാണ് സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തത്. എന്നിട്ട് ആ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി യാതൊരു ഉളുപ്പുമില്ലാതെ കസേരയിലിരിക്കുകയാണ്. ഒരു പ്രശ്നവും അദ്ദേഹത്തിനില്ല. ഇത് BJP ഭരണത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രതിഭാസമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇപ്പോൾ അശ്വനി വൈഷ്ണവ് എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട്, റെയിൽവേ മന്ത്രി. ഇന്ത്യയിലെ കഴിഞ്ഞ 10 വർഷത്തെ 12 വർഷത്തെ ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ എത്രയോ റെയിൽവേ അപകടങ്ങൾ നടന്നിട്ടുണ്ട്.
ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒഡീഷയിൽ നടന്ന ട്രെയിൻ കൂട്ടിയിടിച്ചിട്ടുള്ള സംഭവത്തിൽ 100 കണക്കിന് ആളുകൾ മരിച്ചില്ലേ? ഏതെങ്കിലും ഒരു റെയിൽവേ അപകടത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അശ്വിനി വൈഷ്ണവ് രാജിവെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കത്തിലേക്ക് പോയിട്ടുണ്ടോ? അപ്പോൾ ഈ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം അതിലെ ജനങ്ങളെ കാണുന്നത് പുഴുക്കളെ പോലെയാണ്. അതാണ് ആ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ പ്രത്യേകത. ജനങ്ങളെ കാണുന്നത് പുഴുക്കൾക്ക് സമാനമായിട്ടാണ്. അങ്ങനെ പുഴുക്കൾക്ക് സമാനമായി കാണുന്നതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ജനകീയമായ ഉത്തരവാദിത്വമോ ജനങ്ങളോട് സ്നേഹമോ രാജ്യത്തോട് സ്നേഹമോ തെല്ലുമില്ലാത്തൊരു ഭരണകൂടമാണ് ഇന്നിപ്പോൾ രാജ്യത്ത് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം. അങ്ങനെ അശ്വിനി വൈഷ്ണവ് രാജിവെക്കുന്നില്ല. ഇനി മറ്റ് നമ്മൾ ആലോചിക്കുക, ഈ BJPയുടെ ഗുജറാത്ത് മുഖ്യമന്ത്രി അടക്കം സഞ്ചരിച്ച ലണ്ടനിലേക്ക് പോയിട്ടുള്ളൊരു വിമാനം തകർന്നു വീണു. ആ വ്യോമയാന വകുപ്പ് മന്ത്രിക്ക് എന്തെങ്കിലും ഉണ്ടായോ? മുഖ്യമന്ത്രി BJP നേതാവായ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ആൾ സഞ്ചരിച്ചിരുന്ന വിമാനമാണ്. എന്തെങ്കിലും ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ടോ? എന്തെങ്കിലും ആ കാര്യത്തെക്കുറിച്ച് സിജുവിനറിയാമോ എന്താണ് സംഭവിച്ചതെന്ന്? ഇന്ത്യയുടെ 3 സൈനിക വിഭാഗങ്ങളുടെ തലവനായിരുന്ന ആൾ നമ്മുടെ ഊട്ടിയിലേക്കുള്ള ഹെലികോപ്റ്റർ യാത്രയ്ക്കിടയിൽ അദ്ദേഹവും ഭാര്യയും അപകടത്തിൽ മരിച്ചു. എങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കറിയാമോ? വ്യോമയാന വകുപ്പ് മന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതുപോലെ പ്രതിരോധ വകുപ്പ് മന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അപ്പം രാജ്യത്ത് എന്ത് നടന്നാലും ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളിവിടെ ഭരിക്കും, ഞങ്ങളിവിടെ ഈ കസേരയിലിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ആ ഭരണകൂടത്തിൽ നിന്ന് നമുക്കൊന്നും പ്രതീക്ഷിക്കാനില്ല. അത് തന്നെയാണ് സി ജോർജ്